ഒരിക്കലും നശിക്കാത്ത ഒരു ബോക്സ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. ആ ബോക്സിൽ ഒരു ആപ്പിൾ വെച്ച ശേഷം അത് നന്നായി സീൽ ചെയ്യുന്നു എന്നും സങ്കല്പിക്കുക. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം പോലും പുറത്തു പോവാത്ത വിധം. ഇനി ആ ആപ്പിളിന് എന്തായിരിക്കും സംഭവിക്കുക എന്ന് നോക്കാം. ആ ആപ്പിൾ ആദ്യം ജീർണിക്കുന്നു, പിന്നീട് അത് ഉറഞ്ഞു പൊടിഞ്ഞു പോകുന്നു. അനേകം വർഷങ്ങൾ കഴിയുമ്പോൾ അതിലെ ചെറു കണികകൾ വരെ വേർപിരിയുന്നു. എന്നാൽ ബോക്സിനുള്ളിൽ വീർമൂട്ടിക്കൊണ്ടിരിക്കുന്ന കണികകളും ഊർജവും പല രീതിയിൽ ക്രമീകരിച്ചുകൊണ്ടേയിരിക്കും, ഓരോ നിമിഷവും ഓരോ രീതിയിൽ. ഇവിടെ സമയം അനന്തമാണെങ്കിലും ബോക്സിലെ കണികകൾ അനന്തമല്ല. അവ എത്ര തവണ ക്രമീകരിക്കും എന്ന സാധ്യതയും അനന്തമല്ല. എന്നാൽ സാധ്യമായ എല്ലാ തരത്തിലും അവ ക്രമീകരിക്കപ്പെടുന്നു. അതിനുശേഷം ഈ ക്രമീകരണങ്ങൾ എല്ലാം ആവർത്തിക്കുകയും ചെയ്യുന്നു. ആദ്യം ആ കണികകൾ ഏതു തരത്തിലായിരുന്നോ അതിലേക്ക് തന്നെ തിരിച്ചെത്തുകയും ചെയ്യുന്നു. അതായത് ആ കണികകൾ ഒരു ആപ്പിളായി മാറുന്നു. എന്നിട്ടത് വീണ്ടും ജീർണിക്കുകയും ഉറഞ്ഞു പൊടിയുകയും അങ്ങനെ എന്തെല്ലാം സംഭവിക്കാമോ അതെല്ലാം വീണ്ടും ആവർത്തിക്കുന്നു. ഒരു സൈക്കിൾ പോലെ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് നമ്മുടെ പ്രപഞ്ചവും. ഇവിടെയെല്ലാം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു.